ഞാൻ പുതിയ ഹോട്ടലിന്റെ കാര്യം പറയുമ്പോ സത്യന്റെ ഭയങ്കര പുച്ഛമായിരുന്നല്ലോ. ആ ഡോക്ടർ ആലീസ് മോളിൽ നിന്ന് വൈകുന്നേരം അവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരങ്ങനെയൊക്കെയാ, വീട്ടുകാരെയും കൊണ്ട് വല്ലപ്പോഴും പുറത്തു പോയി സിനിമ കാണുകയോ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം ഇങ്ങനെ പൈസ കൂട്ടി വെച്ച് അത് നോക്കിയിരുന്ന് സന്തോഷിക്കണം. ആർച്ചേ, ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കാൻ എനിക്ക് മടിയുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ സിനിമ കാണാൻ പോകാത്തതും ഹോട്ടലിൽ പോകാത്ത അതുകൊണ്ടൊന്നുമല്ല. അതെന്താ സിനിമ സത്യേനെ പിടിച്ച് കടിക്കൂ? എൻ്റെ ആർച്ചേ, നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ വരുന്ന എല്ലാവരും അതിനായിരിക്കില്ല പറഞ്ഞത്. കുറേ വായി നോക്കികളുണ്ട്, സ്ത്രീകളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരും. വന്നിട്ട് സിനിമ തുടങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് തട്ടലും മുട്ടലും തോണ്ടലും. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് പോകാത്ത. ആഹാ, നല്ല ബെസ്റ്റ് ന്യായം. ആണുങ്ങൾ പെണ്ണുങ്ങളെ ശല്യം ചെയ്യാതിരിക്കുക, പെണ്ണുങ്ങൾ വീട്ടിന്റെ പുറത്തിറങ്ങാതിരിക്കുക. ആരിതൊക്കെ പറയുന്നേ? ഈ നാട്ടിലെ മുന്തിയ പോലീസുകാരൻ. ഒരു പൂവാലിനെ പോലും കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത സത്യേട്ടൻ എന്തിനാ സത്യേട്ടാ ഈ യൂണിഫോം ഇട്ട് ഇരിക്കുന്നേ? എൻ്റെ ആർച്ചേ, ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. മനസ്സിലായോ? ഒരു പ്രശ്നം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലതെന്ന്. സിനിമയുടെ കാര്യം പോട്ടെ, പുറത്തുപോയി ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? അവിടെ ആരെങ്കിലും തോണ്ടാൻ വരുമോ? അവിടെയും വരും പ്രശ്നക്കാർ. ആർച്ചേ, നമ്മൾ കഴിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ കാണാൻ കൊള്ളാവുന്നതാണ്. പെമ്പിള്ളേരാണെങ്കിൽ ചില വായി നോക്കികൾ വന്നിടുക, ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്, ഇങ്ങനെ ഒരു നോക്കിക്കൊണ്ടിരിക്കും. ഓ, എന്തിനും നമ്മൾ അതിനൊക്കെ നിന്ന് കൊടുക്കണേ? നമ്മളെ കയ്യിരിക്കുന്ന കാശും കൊടുത്ത് അതിന് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ശല്യവും ഇല്ലാതെ സമാധാനമായിട്ടൊന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം. അവിടെ പോയി അതുപോലെ ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് കാശ് ചെലവാക്കുന്ന ഒഴിവാക്കാൻ എന്തൊക്കെ ന്യായങ്ങളാ സത്യേട്ടൻ പറയുന്നേ? കഷ്ടമാട്ടോ. ആർച്ചേ, ഇനി ഇതൊന്നും അല്ല, വേറൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ മുമ്പിൽ ആരെങ്കിലും വന്നിരുന്നിട്ട് ഒന്ന് കൊതി വിട്ടാണ്ടല്ലോ, തീർന്ന് നമ്മുടെ വയറ്റിൻ്റെ കാര്യം തീർന്ന്. എന്തിനു വെറുതെ നമ്മുടെ ആരോഗ്യം കളയണേ? മതി, നമ്മൾ ഇനി ഈ കാര്യം സംസാരിച്ച സത്യേട്ടൻ ന്യായീകരിച്ച് പാടുപെടും. ഒരു ദിവസം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ അങ്ങ് ഒഴിവാക്കിയാൽ മതിയല്ലോ. ഇനി അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടേ കഴിച്ചോളാം. എന്താ നോക്കുന്നേ? ഗതികേട് സഹിക്കാൻ വയ്യാതാവുമ്പോ ഓരോരുത്തർ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നേ. അർച്ചേ, നീ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ പ്രശ്നം തീരൂലേ? അവിടെ തന്നെ പോയിരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മനസ്സിലായില്ല. അതായത് നീ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഞാൻ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നാൽ നിന്റെ പരാതി തീരുമല്ലോ. എന്തിനിങ്ങനെ നോക്കുന്നേ? പക്ഷേ അവിടെ നിന്ന് ഫുഡ് വാങ്ങി നമുക്ക് ഇതേ ഈ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് നല്ല അന്തരീക്ഷത്തിൽ ആൾക്കാരുടെ ശല്യമൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അതുപോലെ സത്യേട്ടൻ എന്ത് പറ്റി? ഒരു മനം മാറ്റം? ലോട്ടറി വല്ലതും അടിച്ചോ? എൻ്റെ ആർച്ചേ, ഞാൻ അങ്ങനെ പിശുക്കനൊന്നുമല്ല. ആവശ്യങ്ങൾക്ക് ഞാൻ പൈസ ചിലവാക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഇപ്പം നീ ഒരു ആഗ്രഹം പറഞ്ഞു അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ അതിനകത്ത് നീ പറഞ്ഞ പോലെ അവിടെ പോയിരുന്ന് കഴിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം സാധിക്കില്ലേ നമുക്കിവിടെ മേടിച്ചോണ്ടിരുന്ന് കഴിച്ചാൽ? എനിക്ക് അവിടെ പോയി കഴിക്കണമെന്നൊന്നുമില്ല സത്യേട്ടാ. സത്യം ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നാലും മതി. പക്ഷെ ഒരു ചെറിയ വ്യവസ്ഥയുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ പിഷ്കാന്ന് വിളിക്കണില്ലേ, വിളിക്കരുത്. ഇല്ല, ഇഷ്കാന്ന് വിളിക്കില്ലാന്ന്. ആ, പിന്നെ എല്ലാവരോടും ഒന്ന് പറയണം, ഞാൻ ആവശ്യത്തിന് പൈസയൊക്കെ ചെലവാക്കണ ഒരാളാണ് കേട്ടോ. പറയ മാത്രമല്ല, വേണി പത്രത്തിലും കൊടുക്കാം. സത്യേട്ടാ, ഞാൻ സത്യേനോട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നല്ലാതെ പുറത്തിറങ്ങി ആരോടും ഒന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ നാണക്കേട് ആർക്കാ? എനിക്കല്ലേ. പിന്നെ ആ പവിത്രൻ, അവൻ നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയല്ലേ. അപ്പം അങ്ങനെയാണെങ്കിലേ പവിത്രൻ നാളെ വരുമ്പോൾ അവനോട് പറയണം ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് കേട്ടാ. അത് നാളെ ആക്കുന്ന എന്തിനാ? ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാലോ. പക്ഷേ സത്യേട്ടാ, എനിക്കൊരു സംശയം. സത്യനെ കളിയാക്കൊന്നും അല്ലല്ലോ അല്ലേ? SI സത്യപാലന് ഒരു വാക്കേ ഉള്ളൂ, അത് പറഞ്ഞതായിരിക്കും കേട്ടോ. ആ, സത്യേട്ടൻ വന്നോ? സത്യൻ എന്താ വരാൻ വൈകുന്നത് ഞാൻ ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. ഹോട്ടലിലെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് നീയല്ലേ വാശി പിടിച്ചത്? എന്തൊരു തിരക്കാർച്ച അവിടെ. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആണുങ്ങളും ആ കടയിലുണ്ട്. ഒരുത്തൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ സത്യേട്ടനോട് പറഞ്ഞില്ലേ അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. രുചി കൂടുന്നോറും ആളും കൂടും. ആള് മാത്രമല്ല,
കാശിന് കുറച്ച് കൂടുതലാ. ഓരോ സാധനങ്ങൾക്കൊക്കെ എന്താ വിലയെന്നറിയാൻ മാറിച്ചേ. യുവമാരെങ്ങനെ പോയാലും നല്ല കാശുണ്ടാക്കണുണ്ടാവും. അവിടെ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം മാറ്റി കഴിക്കുന്നത് 2 ദിവസത്തെ ശമ്പളം മാറ്റി വയ്ക്കണം നമ്മൾ. അതങ്ങനെയല്ലേ സത്യേട്ടാ? രുചി കൂടുന്തോറും ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുന്തോറും പൈസയും കൂടും. പൈസ കൊടുത്താൽ എന്താ, നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചൂടെ? അത് നേരാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി പൈസ കൂടിയാലും കുഴപ്പമില്ല. ഇനി ഈ മാസം ഇങ്ങനെ ഒരു ആവശ്യം പറയരുത്. ഇനി ചെലവാക്കാൻ എൻ്റെ പൈസ ഇല്ല. ഈ വർഷം ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു ചെലവ്. ഇനി അടുത്ത വർഷം ചെലവാക്കിയാൽ മതി. എന്തൊക്കെ വാങ്ങിച്ചു? അത് മോളൊരു ടിഫിൻ ബോക്സ് വേണമെന്ന് പറഞ്ഞില്ലേ, അത് ബിസ്ക്കറ്റാ കുഞ്ഞിന്. അത് തക്കാളി, അത് കടല, പച്ചമുളക്. നീ രാവിലെ പറഞ്ഞ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. ഫുഡില്ലല്ലോ. ഫുഡ് വാങ്ങിയില്ലേ? വാങ്ങിയല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും താമസിച്ചത്. എന്നിട്ട് ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇതിനകത്തുണ്ടെന്ന് ആര് പറഞ്ഞു? നമുക്കുള്ള ഫുഡൊക്കെ ഞാൻ മേടിച്ചാർച്ചേ. നമുക്കുള്ള ഫുഡാണ് ഇതിനകത്തുള്ളത്. നല്ല പരിപ്പട. പരിപ്പോടെയാ? പരിപ്പട എന്താ ഫുഡല്ലേ എൻ്റെ ആർച്ച്? എന്തൊരു വിലയാണ്. നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് ആ മധുവിൻ്റെ കടയിൽ ഒരു പരിപ്പ് കടയ്ക്ക് 8 രൂപ, അങ്ങനെ അറ്റം 10 രൂപയുള്ളൂ എല്ലായിടത്തും. പക്ഷെ ഇവന്മാർ 12 രൂപ മേടിച്ച്. പിന്നെ ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞു പോയി ഈ ഫുഡ് മേടിച്ചുകൊണ്ടിരാന്ന്. അതുകൊണ്ടാണ് ഇത്രയും പൈസയും കൊടുത്ത് ഇത്രയും സമയം അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതോടുകൂടി ആ കടയിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന എല്ലാ പരിപാടിയും നമ്മൾ അവസാനിച്ച് ഇനി ആ കടയുടെ പേര് പോലും മിണ്ടരുത്. കഴിക്കേ. എന്റെ മനുഷ്യ ഫുഡ് വാങ്ങാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപ്പോടെയാണോ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? പിശുക്ക് മൂത്ത് പ്രാന്താവുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി. ഈ വീട്ടിൽ ഞാനൊന്നും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അത്താഴത്തിനെ ഇതും തിന്ന് വെള്ളം കുടിച്ച് പോയി കിടന്ന് ഉറങ്ങിക്കോ. അപ്പൊ നിനക്കോ? ഞാൻ വായു ഭക്ഷിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങളെ കെട്ടി നേരത്തെ എന്റെ തലവിധി മാറിയതാ. ഞാൻ പൊട്ടി കിടന്ന് ചത്തോളാം.